മാതൃദിനവും നേഴ്സ് ദിനവും കൂടെ ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്നത് നേഴ്സുമാരായ അമ്മമാർക്കിരിക്കട്ടെ. നേഴ്സുമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയും പുഞ്ചിരിക്കുന്ന മാലാഖമാർ. പക്ഷെ അവർക്കും കുടുംബമുള്ളവരാണ്, കുട്ടികളുള്ളവരാണ്, കുടുംബ പ്രാരാബ്ധങ്ങളിൽപ്പെട്ടവരാണ്. അവർക്കും വികാര വിചാരങ്ങളെല്ലാം ഉണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടൊന്നും പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. ഈയിടെ വളരെ പ്രശസ്തിയായ ഒരു നേഴ്സ് എഴുതിയ കുറിപ്പിലൂടെ കടന്നു പോവുകയുണ്ടായി. രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അല്ല നേഴ്സുമാരുടെ എണ്ണം ഉള്ളത്. പല കാര്യങ്ങൾക്കായി പല വശത്തൂടെ ഇങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണ് അവരുടെ ജോലിയും നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികളായിട്ടുള്ളവരും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ ഒന്നും ചിന്തിക്കാതെ ഇവരെ ചീത്ത പറയുകയും ഇവരെ ഇവരുടെ അധ്വാനത്തിന് ഒരു വില കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈയിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഇറങ്ങിയപ്പോൾ ഓരോ നേഴ്സുമാരെയും കണ്ട് അവർക്ക് നന്ദി പറഞ്ഞിട്ടാണ് പോകുന്നത്. പലപ്പോഴും ഇതറിയാവുന്ന ആളായതുകൊണ്ട് അവരുടെ ജോലി കഴിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ച് ഏറെ നേരം ഞാൻ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരും അമ്മമാരാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്കും പല രീതിയിലുള്ള ആവശ്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുക്കാതെയാണ് അവർ വന്ന ആശുപത്രികളിൽ ഈ ജോലി ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാലോ. ഒരമ്മയുടെ മക്കളോടുള്ള സ്നേഹം നമുക്കറിയാമല്ലോ. നമ്മുടെ മക്കളെ മാറ്റി നിർത്തിയിട്ടാണ് മക്കളായിട്ടും സഹോദരരായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഒക്കെ രോഗികളെ എടുത്ത് സേവനം ചെയ്യുന്ന നേഴ്സുമാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കാൻ നമുക്ക് ഈ അവസരം വിനിയോഗിച്ചാലോ. ചെയ്യുന്ന ജോലിക്ക് അർഹമായ വേതനം കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്കറിയാം. എന്നിട്ടും അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കടക്കാതെ മാക്സിമം നിന്ന് ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാരെയും അനുമോദിക്കുന്നതിനും അവർക്കൊരു സല്യൂട്ട് അടിക്കുന്നതിനും നമുക്ക് ഈ ദിവസം ഉപയോഗിച്ചാലോ. ഒപ്പം അമ്മമാരായ എല്ലാ നേഴ്സുമാരെയും ഈ ജോലിക്കിടയിലും മാതൃത്വവും അതിനോടനുബന്ധിച്ചുള്ള കടമകളും ചെയ്യുന്ന നിങ്ങളെ തീർച്ചയായിട്ടും നമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. മാതൃദിനത്തിൻ്റെ ആശംസകളും മംഗളങ്ങളും നേഴ്സുമാരായിട്ടുള്ള അമ്മമാർക്കും അല്ലാത്ത അമ്മമാർക്കും നേരാനായി ഈ ഒരു അവസരം എടുക്കട്ടെ. നന്ദി.